എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞ് അതിനുശേഷം മോന്തിയിട്ട് ഒരു കാര്യമില്ല. അതിന് നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ തുടരെ തുടരെ മോശമായ പ്രവർത്തനങ്ങൾ ഓരോ ദിവസം കൂടി കൂടി വരികയാണ്. പക്ഷേ മോശമായ പ്രവർത്തനങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അന്നേരം പ്രതികരിക്കില്ല? ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നിങ്ങൾ അന്നേരം പ്രതികരിക്കുന്നില്ല? അന്നേരം പ്രതികരിക്കുമ്പോഴേ അതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ? പലതവണ പല സന്ദർഭങ്ങളിലായി എന്നോട് മോശമായി പെരുമാറി എന്ന് മൊണാലിസ വളരെ വ്യക്തമായി ഇപ്പോൾ വളരെ ലൈവായി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തുടരെ തുടരെ ഇത്തരത്തിൽ മോശമായ പ്രവർത്തനങ്ങൾ നേരിട്ട് കൊണ്ട് തന്നെ ആണ് ഇരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അതിനെന്നെ നിന്നു കൊടുക്കണ്? പിന്നെ ആ ഭാഗത്തേക്ക് പോവാതെ നിൽക്കുക, അന്നേരം പ്രതികരിക്കുക. നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകാം അല്ലേ? അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചു, എനിക്ക് അന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ടോ? ഏതായാലും വളരെ മോശമായി പോയി. ചുരുക്കി പറഞ്ഞാൽ സിനിമ മേഖല മൊത്തം പോക്കാം. അഡ്ജസ്റ്റ്മെന്റുകളില്ലാതെ ഒരു കുട്ടിക്കും മേലോട്ട് പോകാൻ പറ്റൂല. അതാണ് സിനിമാ മേഖല. അതെല്ലാവർക്കും അറിയാം, പച്ചയായ സത്യമാണ്. പക്ഷേ ഓരോ പ്രവർത്തനങ്ങളും മോശമായ രീതിയിൽ അനുഭവപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അന്നേരം പ്രതികരിക്കുന്നില്ല? പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് കരയും. ഏതായാലും സിനിമാ സെറ്റുകളിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ മൊണാലിസക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടായി. പിന്നെ കേരളത്തിൽ ഇപ്പോൾ അതാണ് ചർച്ച. വരും ദിവസങ്ങളിൽ ഒരുപാട് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും.